2026 ഫെബ്രുവരി 27 ആംല ഏകാദശി. ഫാൽഗുന മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണത്. പേര് ആംല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലിക്ക എന്നാണല്ലോ അറിയാമല്ലോ. അതുകൊണ്ട് ഈ ഏകാദശി ദിവസം തീർച്ചയായും ഭഗവാന് നെല്ലിക്ക സമർപ്പിക്കണം. രാവിലെ നമ്മൾ എഴുന്നേറ്റ് വിളക്കൊക്കെ കൊളുത്തി ഓം നമോ ഭഗവതേ വാസുദേവായ ഒരു 108 പ്രാവശ്യം ജപിക്കുക. പിന്നെ സഹസ്രനാമം ഇല്ലെങ്കിൽ ഓം നമോ നാരായണായ അസംഖ്യം കീർത്തനങ്ങളുണ്ട്, എന്തെങ്കിലുമൊക്കെ ജപിക്കുക. അപ്പോൾ നമ്മൾ നിവേദ്യമായിട്ട് 5-6 പഴമൊക്കെ വയ്ക്കണമെങ്കിൽ വയ്ക്കാം, ഒരു 5-6 നെല്ലിക്കയെങ്കിലും വയ്ക്കുക. ഇത് കഴിയുമ്പോൾ നമ്മളതെടുത്ത് ഭഗവാന്റെ പ്രസാദമായിട്ട് ആ നെല്ലിക്ക കഴിക്കുക. നമുക്കോ കുടുംബത്തിലുള്ളവർക്കോ എല്ലാവർക്കും അത് കഴിക്കാം. അതേപോലെ തന്നെ നെല്ലിമരത്തെ പൂജിക്കുകയും നെല്ലിക്ക് വെള്ളമൊഴിക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. ഇനി എങ്ങനെയാണ് വ്രതം എടുക്കേണ്ടതെന്നൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ശുദ്ധമായ മനസ്സും ശുദ്ധമായ ശരീരവും ശുദ്ധമായ ചിന്തകളും ശുദ്ധമായ ഭക്ഷണവുമായിട്ട് നമുക്ക് ഈ ഏകാദശി വ്രതം ആചരിക്കാം. ഇനി വ്രതമൊന്നും അനുഷ്ഠിക്കുന്നില്ലെങ്കിലും നമുക്ക് ഇതൊക്കെ ചെയ്യാം. പറ്റുന്നവരെ എല്ലാവരും ക്ഷേത്രത്തിൽ പോകുക. അവിടെ ചെന്ന് ഭഗവാനെയും അമ്മയെയും, അതായത് ലക്ഷ്മി ദേവിയെയും പ്രാർത്ഥിക്കുക. ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് എന്തായാലും ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ട്. പറയാൻ വിട്ടുപോയി, നമ്മൾ ദശമിയിൽ തന്നെ ഈ തുളസി പറിച്ചു വെക്കണം, തുളസിപ്പൂവൊക്കെ പറിച്ചു വെക്കണം. എന്നിട്ട് പക്ഷേ ഒരു കാര്യമുണ്ട്, എപ്പോഴും ഈ ഭഗവാന് തുളസി നമ്മൾ സമർപ്പിക്കാതെ പറ്റില്ലല്ലോ. ഭഗവാന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണല്ലോ തുളസി. അങ്ങനെ വളരെ നല്ല രീതിയിൽ ഭഗവാനെ ചിന്തിച്ച് ലക്ഷ്മി ദേവിയെ ചിന്തിച്ച് നമുക്ക് എല്ലാവിധത്തിലുള്ള മംഗളങ്ങളും ഉണ്ടാകണേ എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ആംല ഏകാദശി ദിവസം നമുക്ക് വ്രതനിഷ്ഠയോടുകൂടി ഭഗവത് ചിന്തയോടുകൂടി ഭഗവത് നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് കഴിയാം. ഇനി പാരണ എന്ന് പറയുന്നത് 28-ാം തീയതി രാവിലെ 6:36 മുതൽ 10:35 വരെയാണ്. ഈ സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ഇത് തീർത്ഥം സേവിച്ച് പാരണ വീടാനായിട്ട് മറക്കരുത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ.